കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ബാക്ക് ടു സ്കൂൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. യോഗത്തിൽ പഠനോപകരണ വിതരണവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായിട്ടാണ് കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാക്ക് ടു സ്കൂൾ പരിപാടി സംഘടിപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റെക്സ് ബോബി ആർവിൻ ഉദ്ഘാടനം ചെയ്തു. പഠനം എന്നത് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ഇടപാട് മാത്രമായിരുന്നു. അച്ഛനമ്മയുടെ റോള് വളരെ കുറവായിരുന്നു. സ്കൂളിൽ നിന്ന് അടികിട്ടിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കൂടെ അടികിട്ടുന്ന ഒരു കാലമാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് അടികിട്ടിയെന്ന് പറഞ്ഞാൽ അധ്യാപകരെ കോടതി കയറ്റുന്ന കാലമാണ്. അപ്പം അതിനാകുന്ന ഒരു മാറ്റമുണ്ട്. അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ മേലുള്ള നിയന്ത്രണം കുറഞ്ഞു. അതനുസരിച്ച് വിദ്യാർത്ഥികൾ വളർന്നു വരികയാണ്. പഠനത്തിലല്ല മറ്റു കാര്യങ്ങൾ. ഇപ്പൊ പ്രവാസികളായ ഓരോ അച്ഛന്റെയും മനസ്സിലെ തീ എന്ന് പറയുന്നത് തന്റെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെ വളർന്നു വരും, എവിടെ എത്തിച്ചേരുമെന്നാണ്. അന്വേഷണം പറഞ്ഞതുമായിട്ട് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ടു കേരള എന്ന് കൂടെ ആക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കുട്ടികളാരും ഇവിടെ ഇല്ല. പഠനം കഴിഞ്ഞിട്ട് വിദേശത്ത് പോയിട്ട് അവരെല്ലാം വിദേശത്ത് തന്നെയാണ് ആയിരുന്നത്. എന്റെ മകൻ വിദേശത്താണ്. അപ്പം പഠിക്കാൻ പോയതാണ്. തിരിച്ചു വരുന്നതൊക്കെ പറഞ്ഞാൽ പോയത്. പഠനം കഴിഞ്ഞിട്ട് വരുന്ന കാര്യം അപ്പൊ തീരുമാനിക്കേണ്ട കാര്യം. അപ്പൊ അമ്മമാർക്കൊരു വലിയ റോളുണ്ട്. ഒരു കുട്ടിയുടെ പഠനം തുടങ്ങുന്നത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ LKG UKG അല്ല, മറിച്ച് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് ആർജിക്കുന്ന കഴിവുകൾ തേച്ചു മിനുക്കി എടുക്കുവാൻ മാത്രമേ അധ്യാപകർക്ക് കഴിയൂ. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിച്ചാൽ പലപ്പോഴും +2 പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായി ഇംഗ്ലീഷിൽ ഒരു കത്തെഴുതാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ കത്ത് എഴുതാൻ പോലും ഇപ്പം നമ്മൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ എല്ലാം ആവശ്യമാണ്. പലപ്പോഴും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് പലപ്പോഴും നടന്നു വരില്ല. ട്രഷറർ മധുസൂദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ പഠനോപകരണ വിതരണം, പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് എന്നിവയും നടന്നു. ആദർശ്, ഷിബു റാവുത്തർ, അനിൽകുമാർ, S രജനി, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.